ജനാധിപത്യ UDF പോലുള്ള ഒരു ഗവൺമെന്റാണ് ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോ കേരളത്തിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഒരു സജീവ സാന്നിധ്യം അവരുണ്ടാക്കുകയും അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ മര്യാദയാണ്. ഈ ആളുകളുടെ പ്രശ്നവും അവരുടെ ആവലാതിയും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഈ ജനാധിപത്യ UDF പോലുള്ള ഗവൺമെന്റാണ് അത് ഒരു മാതൃകയായിട്ട് കേരളത്തിന്റെ തന്നെ മാതൃക എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഈ ജനാധിപത്യ സഖ്യത്തിന്റെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു തീരുമാനവും ആലോചനയെടുത്തു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ചർച്ച വളരെ സജീവമായിട്ട് നടത്തി. അതിപ്പോ അതിന്റെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങളുടെ ആളുകൾ പല സ്ഥലത്തും ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇപ്പോ തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ആളുകൾ പായസം വെച്ച് ആഘോഷം നടത്തുന്നു, നമ്മളെ മുന്നണിയിൽ ഈ അസോസിയേറ്റ് ആയിട്ട് സ്വീകരിച്ചതിന് എന്നാണ് ആളുകൾ ഓരോ സ്ഥലത്തും പറയുന്നത്. അപ്പൊ ആളുകൾ വളരെ സന്തോഷത്തിലാണ് എല്ലാ തലത്തിലും. ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന അത്തരം ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടി അല്ല. ഇപ്പോ നമ്മളെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോ ആ സംവിധാനത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ വരുന്ന ആളുകൾക്കും ബാധകമാണല്ലോ. സീറ്റ് പോലെയുള്ള അത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ വരും. അത്തരം ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല, ഇനി പക്ഷെ നടത്തേണ്ടി വരും അത്തരം കാര്യങ്ങളൊക്കെ. അല്ല, ആ കാര്യത്തിനെ കുറിച്ച് ഞങ്ങളുടെ JRP പാർട്ടി ഒന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോ പാർട്ടി എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടിയായിട്ട് കൂടി ആലോചിച്ച് പാർട്ടിയുടെ എല്ലാ ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാടെടുക്കുള്ളൂ.